എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഒരു ആൺ പെൺ വിവേചനം? ഈ അടുത്ത കാലത്ത് മലയാള മനോരമ നടത്തിയ ഒരു സർവേ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ, ഒരുപാട് പ്രഗത്ഭരായ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളിലേക്ക് ഞാൻ നേരെ കടന്നു ചെല്ലുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതിൻ്റെ പേരിൽ ഒന്ന് ചിന്തിച്ചു കളയാം എന്ന് വിചാരിച്ചാണ് ഇവിടെ ഇങ്ങനെ ഒരു ചിന്ത സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് എന്താണ് നമ്മുടെ മനുസ്മൃതി കുറിച്ചു വെച്ചിരിക്കുന്നത്? ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഒന്നോടെ പറയട്ടെ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഒരു സ്ത്രീയും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് മനുസ്മൃതിയുടെ കാലം മുതൽ പഠിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, ഇനി മറ്റേതൊരു മതവിശ്വാസത്തിലേക്കും പോയിക്കൊള്ളൂ, ബൈബിളിലേക്കും പോകാം. ബൈബിളിലെ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉള്ളത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ യേശുക്രിസ്തു സ്ത്രീകളെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇത് മതവുമായിട്ട് ബന്ധപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം എന്തുകൊണ്ടാണ് സ്ത്രീകൾ എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും രണ്ടാം തരം പൗരന്മാരായി കാണപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള വിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്? അതിനെപ്പറ്റി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെയാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചെറിയ തോതിൽ അതിലെ ചില കാര്യങ്ങളൊക്കെ പങ്കുവെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ. അപ്പൊ ഇന്ത്യയിലെ ഈ വിവേചനത്തെ അങ്ങേയറ്റം ശക്തമായി എതിർത്തിട്ടുള്ള ഒരാളാണ് അമർത്യ സെൻ. അമർത്യ സെൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് 1998 ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മഹാരഥനാണ് അമർത്യ സെൻ. ആ അമർത്യ സെൻ എന്താണ് വികസനം എന്ന് പറയുന്നത്, എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, അതാണ് അദ്ദേഹത്തിന്റെ ഒരു മഹത് ഗ്രന്ഥത്തിന്റെ, അതായത് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് വാങ്ങിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിന്റെ തലക്കെട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. അതായത് വികസനമാണ് സ്വാതന്ത്ര്യം. അപ്പൊ വികസനം സ്വാതന്ത്ര്യമാകണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം ആ വികസനം എല്ലാ തട്ടുകളിലേക്കും, അതായത് ഏതാനും പേരുടെ കൈകളിൽ മാത്രം കോടാനുകോടികൾ. ഓക്സ്ഫാം റിപ്പോർട്ടൊക്കെ നമുക്കറിയാം, ഇന്ത്യയിലെ സമ്പത്തിന്റെ എത്രയോ ശതമാനം, ഏറ്റവും വലിയ 60%, 65% ഒക്കെ ഏതാനും പേരുടെ കയ്യില്, 1% പോപ്പുലേഷന്റെ കയ്യിലാണ് എന്ന് പറയുന്ന റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല ക്ഷേമം, അതല്ല സ്വാതന്ത്ര്യം. അമർത്യ സെന്നിന്റെ ഭാഷയിൽ പറഞ്ഞാല്, അതായത് എക്കണോമിക് ഗ്രോത്ത്, അതായത് വളർച്ച, ആ വളർച്ച ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം, എല്ലാവരിലേക്കും ആ വളർച്ചയുടെ സദ്ഫലങ്ങൾ എത്തിച്ചേരണം. അത് ഏകദേശം ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, അത് കൃത്യമായിട്ട് നീതിപൂർവം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, അതിൽ ചില അനീതികൾ വരും. പക്ഷെ എല്ലാവർക്കും സംതൃപ്തമായി ജീവിക്കത്തക്ക രീതിയിൽ, അപ്പോഴാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും സംതൃപ്തമായി ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും, അതായത് ഒരു ഭ്രൂണമായി ജനിക്കുന്ന കാലം മുതൽ ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണമെങ്കിൽ നല്ല പോഷക സമൃദ്ധമായ ആഹാരം ഉറപ്പാക്കാൻ പറ്റണം. ഇത് രണ്ടും ഉറപ്പാക്കാൻ പറ്റണമെങ്കിൽ ഒരു പാർപ്പിടം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടായാൽ മാത്രം പോരാ, നല്ല വിദ്യാഭ്യാസം ലഭ്യമാക്കുമാറാക്കാം. അതായത് അവനവൻ ആഗ്രഹിക്കുന്ന, അവനവന്റെ താല്പര്യത്തിന് സഹായകരമായ അനുസരിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടണം. ഇതൊക്കെ കിട്ടിയാലേ ഇതൊരു സ്വാതന്ത്ര്യമാകുള്ളൂ. അതായത് വളർച്ച, ഒരു രാഷ്ട്രം നേടുന്ന GDP വളർച്ച, ആ GDP ആഭ്യന്തര മൊത്ത വരുമാനത്തിലെ വളർച്ച, ആ വളർച്ച ഏതാനും പേരിലേക്ക് ചെന്ന് പറ്റാതെ എല്ലാവരിലേക്കുമായി ഷെയർ ചെയ്യപ്പെടണം. അങ്ങനെ ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉള്ള ഒരു വളർച്ച, ആരോഗ്യ തൊട്ട്, അതായത് ഭ്രൂണത്തിൽ നിന്ന് തൊട്ട് ഉള്ള ആ വളർച്ച എല്ലാവർക്കും ലഭ്യമാകണം. അതാണ് സ്വാതന്ത്ര്യം എന്നാണ്
അമർത്യാസെൻ വിവക്ഷിക്കുന്നത്. അതിന് തന്നെയാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. വേറെ ഒരുപാട് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും വലിയ ഒരു പുഷ്പമായിട്ട് ഭാരിതമായി വികസിച്ചു നിൽക്കുന്ന ഒരു പുഷ്പമാണ് ഈ വികസനമാണ് സ്വാതന്ത്ര്യം എന്ന ആ പ്രയോഗം, ആ ആശയം. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ തന്നെ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൽ തന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്? അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനം, ഏതൊക്കെ തരം വിവേചനമാണെന്ന്. അതായത് ഭ്രൂണത്തിലെ തന്നെ ഹത്യ ചെയ്യപ്പെടുന്നു പെൺകുഞ്ഞാണ് എന്ന് കണ്ടാൽ, അപ്പൊ ഭ്രൂണത്തിലെ ഹത്യ ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് എന്ത് തെളിവാ ടീച്ചറെ ഉള്ളത്? തെളിവുണ്ടല്ലോ. നമ്മുടെ 2011 അവസാനത്തെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ആ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് എന്താണ് ഇന്ത്യയിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്? 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ. അതിനുശേഷം എടുത്തിരിക്കുന്ന ചില കണക്കുകളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഈ 943 927 വരെയായിട്ട് താണുപോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊരു ദേശീയ കണക്കെടുക്കലായിട്ട് മാറ്റാൻ നമുക്ക് പറയില്ല. ഇനി 2021 സെൻസസ് നടന്നില്ല, അന്ന് കോവിഡ് ആയിരുന്നു. അതിന് പകരം ഇനി 2029 അല്ലെങ്കിൽ 31 ഒക്കെ സെൻസസ് വരുമ്പോഴാണ് നമുക്കത് അടിവരയിടാൻ പറ്റുക. അപ്പൊ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, അതായത് 2011 സെൻസസ് അനുസരിച്ച് 943 സ്ത്രീകളാണ് 1000 പുരുഷന്മാർക്കുള്ളത്. അതുപോലെ ചൈൽഡ് സെക്സ് റേഷ്യോ എടുത്താലും അതുപോലെ അതിനേക്കാൾ ഭയങ്കരമായ വിവേചനം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ കേരളത്തിലെ ഭ്രൂണഹത്യ ഉണ്ട്, അതിന് തെളിവ് എന്താണെന്ന് അല്ലെ ഞാനിപ്പൊ തന്നെ പറഞ്ഞു തരാം. അപ്പൊ കേരളത്തിലേക്ക് വന്നാലോ, 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. അപ്പൊ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം ഒന്നാമത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഈ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകള്? ബയോളജി എന്താ പഠിപ്പിക്കുന്നത്? ബയോളജിസ്റ്റ് ഒന്ന് ആലോചിക്കുക. ലെഫ്റ്റ് ടു ഇറ്റ് സെൽഫ്, അതായത് ഒരു തരത്തിലുള്ള ഇടപെടലുമില്ലാതെ ഒരു ഭ്രൂണത്തെ വിട്ടാൽ, ഒരു ഭ്രൂണത്തിന് വളരാൻ അനുവദിച്ചാൽ പെൺഭ്രൂണങ്ങളാണ് ആൺഭ്രൂണങ്ങളെക്കാൾ സർവൈവൽ സ്ട്രാറ്റജി കാണിക്കുന്നത്. അപ്പോ എന്താ അതിന്റെ അർത്ഥം? പെൺഭ്രൂണങ്ങളെ ഹത്യ ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അറ്റ്ലീസ്റ്റ് 1000 = 1000 എന്ന തരത്തിലെങ്കിലും വരണം. പക്ഷെ വലിയ തോതിൽ ഭ്രൂണഹത്യ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് 1000 പുരുഷന്മാർക്ക് വെറും 943 സ്ത്രീകൾ എന്ന രീതിയിൽ സെക്സ് റേഷ്യോ മാറുന്നത്. അപ്പം എന്താണ് ഇങ്ങനെ സെക്സ് റേഷ്യോ, പെണ്ണുങ്ങളുടെ എണ്ണം കുറയാൻ കാരണം എന്താ പറയുന്നത്? അത് അമർത്യാസെൻ തന്നെ പറയുന്നു, ഭ്രൂണഹത്യ. എങ്ങനെയാണ് ഭ്രൂണഹത്യ? അത് അമ്നിയോസിന്തസിസ് ടെസ്റ്റ്, അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഭ്രൂണം ആണോ പെണ്ണോ എന്ന് കണ്ടെത്തുന്നു. പെൺഭ്രൂണമാണ് എന്ന് കണ്ടാൽ പല മാതാപിതാക്കളും ആ ഭ്രൂണത്തിലെ തന്നെ ഹത്യ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ വലിയ ഒരു പ്രതിഭാസം. എന്തുകൊണ്ടാണ് ഈ ആൺ പ്രിഫറൻസ് ഉണ്ടാകുന്നത്? പെണ്ണിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആൺ പ്രിഫറൻസ് ഉണ്ടാകുന്നത്? മകൻ കർമ്മം ചെയ്താലേ ആത്മാവ് സ്വർഗത്തിൽ പോകൂ, അങ്ങനെയൊക്കെയുള്ള വികലമായ വാദങ്ങളാണ് എല്ലാ മതങ്ങളിലും. അങ്ങനെ വികലങ്ങളായ ഒരുപാട് വാദങ്ങളുണ്ട്. പുരുഷ മേധാവിത്വത്തിനും പുരുഷ വർധനവിനും സഹായകമായിട്ട് അവന് ഒന്നാം തരമാണെന്നും സ്ത്രീ രണ്ടാം തരമാണെന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് വികലമായ പഠനങ്ങൾ എല്ലാ മതവിശ്വാസങ്ങളിലുമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭ്രൂണഹത്യ, അതായത് അങ്ങനെ ഒരു കുട്ടിയേ ഉള്ളൂ അല്ലെങ്കിൽ 2 കുട്ടികളേ ഉള്ളൂ, 2 പെൺകുട്ടിയാ, മൂത്തത് പെൺകുട്ടിയായിരുന്നു, രണ്ടാമത്തത് പെൺകുട്ടിയായി, പിന്നെ ആരാ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് നമ്മളെ വിടുക? ആ ഭയം കൊണ്ടാണ് രണ്ടാമതും പെൺകുട്ടിയാണ് എന്ന് കണ്ട ഭ്രൂണഹത്യ ചെയ്യുന്നത്. അപ്പോ മനുസ്മൃതി ഒന്നും ഇല്ലായേ ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ പറയപ്പെട്ട ഭ്രൂണഹത്യ ചെയ്യുന്നത്. അതായത് അവിടെ 723 പെണ്ണുങ്ങളാണ് 1000 പുരുഷന്മാർക്കുള്ളത്. ഇവിടെ 943 ഉണ്ട് 1000 പുരുഷന്മാർക്ക്. ചൈനയിൽ ആ സമയത്ത് ആ കാലഘട്ടത്തിലുള്ള സർവേ അനുസരിച്ച് 723 പെൺകുട്ടികളാണ് 1000 പുരുഷന്മാർക്ക് ഉള്ളത്. അതാണ് ആ വ്യത്യാസം. അപ്പൊ എത്ര കൂടുതലാണ് ഭ്രൂണഹത്യ ചൈനയില് എന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഭ്രൂണഹത്യ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഏറിയും കുറഞ്ഞും. പക്ഷെ അത് നമ്മുടെ ഇന്ത്യ പോലെയുള്ള അവികസിത രാജ്യങ്ങളിലാണ് കൂടുതൽ.
അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ വിദ്യ കൊണ്ടാണ് അതിനെ ഒരു പരിധി വരെയെങ്കിലും നമ്മൾ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസമുള്ള സ്ത്രീ പുരുഷന്മാര് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ എടുക്കും. എങ്കിലും പല ട്രഡീഷണൽ ആയിട്ടുള്ള കുടുംബങ്ങളിലും അടുത്ത് തന്നെ എൻ്റെ കൂടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കോളേജ് പ്രൊഫസറെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവർക്ക് ആദ്യത്തെ 2 പെൺകുട്ടികളായിരുന്നു. 3ാമത്തെ പെൺകുട്ടി അവർ ഗർഭം ധരിച്ചു കഴിഞ്ഞ് അമ്നിയോസിന്തസിസ് ടെസ്റ്റ് നടത്തിയപ്പോൾ 3ാമത്തേതും പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ് ആരും അറിയാതെ അവര് ഈ പറയപ്പെട്ട രീതിയിൽ ആ ഭ്രൂണം ഹത്യ ചെയ്തു. അപ്പൊ അതുപോലെ അതൊരു കോളേജ് ടീച്ചറാണെന്ന് ഓർക്കണം. വിവരമില്ലാത്തത് കൊണ്ടല്ല, ഈ പറയപ്പെട്ട വിശ്വാസങ്ങളിലൊക്കെ കണ്ണു നട്ട് അവർക്ക് ഈ ക്രിസ്തീയ വിശ്വാസത്തിലൊക്കെ ഉള്ളവർക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ആൺകുട്ടി വേണം എന്നൊന്നുമില്ല കർമ്മം ചെയ്യാനായിട്ട്. പക്ഷെ ഈ ആൺകുട്ടി ഇല്ലെങ്കിൽ, ഒരു കുട്ടിയെങ്കിലും ആൺകുട്ടിയായിട്ടില്ലെങ്കിൽ വാർദ്ധക്യത്തിൽ സഹായം കിട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ വികലമായ ചിന്തകളാണ് ഇവരെ ഭരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന അങ്ങനെയുള്ള ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുടെ കൂടെ പോലും ഇങ്ങനെ ഭ്രൂണഹത്യയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളാണ് ഇതുപോലെ ഒരു സർവേ. അപ്പൊ ഒന്നാമത്തെ വിവേചനമാണ് അമർത്യ സെന്നിന്റെ ഈ ഭ്രൂണത്തിലെ ഹത്യ ചെയ്യുന്നു പെൺകുട്ടികളാണെങ്കിൽ. രണ്ടാമത് എന്താണ്? ഇനി പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് ആരും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന മാതാപിതാക്കൾ തന്നെ ആരോഗ്യ പരിപാലനം, അതായത് ഭ്രൂണത്തിലെ തുടങ്ങണം ആരോഗ്യ പരിപാലനം ഒരു കുഞ്ഞിന്റെ. അപ്പം ഗർഭിണിയായ സ്ത്രീക്ക് നല്ല ആഹാരം കൊടുക്കണം, അതായത് പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കണം എന്ന് വിചാരിച്ച് അവർ ജോലിയൊന്നും ചെയ്യാതെ ആഹാരം കഴിച്ചിരുന്നോണം എന്നല്ല. പക്ഷെ അവർക്ക് പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കണം. അവരെ അല്ല ഊട്ടുന്നത്, അവരുടെ കുഞ്ഞിനെയാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഈ മാതാപിതാക്കൾ അവരെ ആണെങ്കിലും അത് പ്രശ്നമില്ലല്ലോ, അതും നമ്മുടെ മകളല്ലേ. അപ്പൊ അങ്ങനെ പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കണം. അവിടെയും അതുപോലെ അവർക്ക് നല്ല മാനസിക ഉന്മേഷം, അവർ എല്ലാവരുടെയും സ്നേഹവും പരിലാളനവും അനുഭവിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ ആകുമ്പോഴാണ് അവരുടെ മനസ്സ് ശാന്തവും സന്തോഷകരവുമാകുന്നത്. അങ്ങനെ ശാന്തവും സന്തോഷകരവുമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാതാവിനുണ്ടെങ്കിൽ മാത്രമേ ആ ഭ്രൂണത്തിനും അതിന്റെ അനുരണനങ്ങൾ അനുഭവിച്ച് വളർന്ന് ഒരു കുഞ്ഞായിട്ട് ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് വരാൻ പറ്റൂ. അപ്പൊ ആ സാഹചര്യം ഉണ്ടോ? ആ സാഹചര്യം കുറവാണെങ്കിൽ അവിടെ ആ കുഞ്ഞിന്റെ വളർച്ച, ഭ്രൂണത്തിൽ തന്നെ വളർച്ച വേണ്ടത്ര പരിപോഷിപ്പിക്കപ്പെടുന്നില്ല എന്ന് വരുന്നു. അപ്പൊ അവിടെയും പെൺവിവേചനം. ഇനി അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ ആഹാര കാര്യത്തില് നമ്മൾ ഈ കേരളക്കരയിൽ തന്നെ കേട്ടിട്ടുള്ള ഒരു ചൊല്ല്, എന്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുള്ള ഒരു ചൊല്ല് ഞാൻ ഓർക്കുന്നു. പണ്ട് ഈ എന്താ പറയുക, നമ്പൂരി കുടുംബങ്ങളിലൊക്കെ അവിടെയുണ്ട് ഈ പെൺവിവേചനം. അപ്പൊ എന്താ, ആണിന് തൈരും പെണ്ണിന് മോരും എന്നൊരു ചൊല്ല്. അതായത് പെൺകുട്ടിയാണെങ്കിൽ മോരേ കൊടുക്കുകയുള്ളൂ, ആൺകുട്ടിയാണെങ്കിൽ തൈര് കൊടുക്കും. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? തൈരിലാണെങ്കിൽ അതിന്റെ വെണ്ണയുണ്ട്, വെണ്ണയാണ് അതിന്റെ ക്രീം. അപ്പൊ അത് മാറ്റും. അത് ചെറുക്കനാണെങ്കിൽ അത് കൊടുക്കും, പെണ്ണാണെങ്കിലും അത് മാറ്റിയിട്ടുള്ള വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുക. പെണ്ണ് വല്ലയിടത്തും പോകേണ്ട പെണ്ണല്ലേ, ആ രീതിയിലാണ് അത് എടുക്കുക. എന്ന് വെച്ചാൽ അത് ഈ കുട്ടിക്കാലത്തെ ആഹാരക്രമത്തിലെ വിവേചനം, സ്ത്രീ പുരുഷ വിവേചനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തന്നെ അമർത്യ സെൻ, ആ ആഹാരത്തിലെ വിവേചനം. അത് കഴിഞ്ഞാലോ വിദ്യാഭ്യാസ കാലഘട്ടം വരുമ്പോഴത്തേക്കും ആൺകുട്ടിയാണെങ്കിൽ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക, അത് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി വിടുക. അത് കഴിഞ്ഞ് അങ്ങനെ പഠിച്ചു വരുംതോറും എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ എന്തിനു വേണമെങ്കിലും പോവുക. ആ തരത്തിലുള്ള വിവേചനം. ഇനി ആ വിവേചനത്തോടു കൂടി തന്നെ പെൺകുട്ടികളെ ആണെങ്കിലോ ഏതെങ്കിലും ഒരു ഏറ്റവും സാധാരണ ഏറ്റവും ഫീസും സൗകര്യങ്ങളും ഒക്കെ കുറഞ്ഞ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി വിടും. സാധാരണ പേരൻസിന്റെ കാര്യമാണ്. ഹൈലി അതായത് നല്ല റിച്ച് ആയിട്ടുള്ള പേരൻസ് ആണ് ഈ രണ്ടു കൂട്ടരെയും പറ്റുന്ന തരത്തിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ശരാശരി ഒരു കുടുംബത്തിൽ നിന്ന് ആ കുട്ടി, അത് മാത്രമല്ല ശരാശരി കുടുംബമല്ല, റിച്ച് ആണെങ്കിൽ പോലും ആൺകുട്ടികളെ വിടുന്ന അത്ര തരത്തിലുള്ള വിദ്യാഭ്യാസ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസത്തിന് പെൺകുട്ടികളെ വിടില്ല. കാരണം അവള് വേറെ വീട്ടിൽ പോകേണ്ടതല്ലേ, ഈ തരത്തിലാണ് എപ്പോഴും എടുക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഈ വിദ്യാഭ്യാസത്തിലെ വിവേചനം അറിയാൻ വേണ്ടി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് കേരളത്തിലെ ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത്, അതായത് കോളേജുകളിലെ സ്കൂളുകളിലെയൊക്കെ എൻറോൾമെന്റ് അനുസരിച്ചാണ് ആ പഠനം നടത്തിയത്. അപ്പം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന 66% കുട്ടികളും പെൺകുട്ടികളാണ്. ഏത് കോഴ്സ് എടുത്താലും, ഇപ്പൊ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ എക്കണോമിക്സോ മാത്സോ ഏതുമാകട്ടെ, 66% കുട്ടികളും
പെൺകുട്ടികളാണ്. അതേ സമയത്ത് എഞ്ചിനീയറിങ്ങിന്, അതായത് എന്ന് വെച്ചാൽ 66% പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ 34% മാത്രമാണ് ആൺകുട്ടികൾ ആർട്സ് ആൻഡ് സയൻസ്. അത് അവര് ക്വാളിറ്റി വൈസ് ആയിട്ട്, അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരും എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ ഒന്നും അഡ്മിഷൻ കിട്ടാത്തവരുമായിരിക്കും അങ്ങനെ വന്നു ചേരുന്നവര്. അപ്പോ എന്ന് വെച്ചാല് ഈ അതായത് ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിൽ ബുദ്ധിപരമായിട്ട് ആരാണ് സുപ്പീരിയർ ആരാണ് ഇൻഫീരിയർ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. രണ്ടുപേരും ഈക്വലി ഇന്റലിജന്റ് എന്ന നിഗമനത്തിലേ അതുകൊണ്ട് നമുക്ക് ചേരാൻ പറ്റുള്ളൂ. എന്നിട്ട് പുരുഷന്മാരല്ലേ എല്ലാം നോബൽ പ്രൈസ് മേടിക്കുന്നത്, എല്ലാ സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് പുരുഷന്മാരല്ലേ കൂടുതലും എന്ന അപ്പൊ പുരുഷന്മാരല്ലേ കൂടുതൽ ഇന്റലിജന്റ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ നോബൽ പ്രൈസ് വാങ്ങിയിട്ടുള്ള എല്ലാവരും, നമുക്ക് എന്താ പറയുക, ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളവര് ഖൊരാനോ മുതല് ചന്ദ്രശേഖർ തൊട്ട് എത്രയോ പേരുണ്ട്. അവരൊക്കെ എന്താണ് പുരുഷന്മാരാണ്. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ ലിറ്ററേച്ചറിന്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കിട്ടിയ ആള് അദ്ദേഹം. അങ്ങനെ അമർത്യ സെൻ, അത് കഴിഞ്ഞ് അഭിജിത് ബാനർജി സാമ്പത്തിക ശാസ്ത്രത്തിന് 2019 നോബൽ പ്രൈസ് കിട്ടിയത് അഭിജിത് ബാനർജിക്കും ഗ്രൂപ്പിനുമാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്, അത് അഭിജിത് ബാനർജിയുടെ ഭാര്യയാണ് എന്ന് ഒഴിച്ചാല് അവിടെയും ആണുങ്ങൾ തന്നെയാണ്. കേരളത്തിലേക്ക് അഭിജിത് ബാനർജിയുടെ ഭാര്യ ഇന്ത്യക്കാരിയെ അല്ല, വിദേശിയാണ്. അപ്പൊ ആ ഒരു സ്ത്രീ ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ വളരെ ചുരുക്കം. അപ്പൊ പിന്നെ ആരാ പറയുന്നത് സ്ത്രീകൾ ഈക്വലി ഇന്റലിജന്റ് ആണെന്ന്? അവിടെയാണ് ഈ സ്ത്രീ വിവേചനത്തിന്റെ ബാക്കി പത്രം നമ്മൾ കാണേണ്ടത്. അതായത് കാണേണ്ടത് എന്ന് പറഞ്ഞാൽ അവള് കുടുംബ പരിപാലനത്തിലും ഇത്തരത്തിലുള്ള വിവേചനത്തിലും അടപ്പെട്ട്, അതായത് ചെറുപ്പം മുതലേ വിദ്യാഭ്യാസത്തിൽ തന്നെ രണ്ടാന്തരം വിദ്യാഭ്യാസം, രണ്ടാന്തരം ആരോഗ്യം, രണ്ടാന്തരം വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാലോ ഒരു കുടുംബത്തിലേക്ക്, ഒരു വിവാഹം കഴിഞ്ഞ ഒരു കുടുംബത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അത്രയേറെ ഉത്തരവാദിത്തങ്ങൾ. അവൾ ഒരു തൊഴിലുള്ളവളാണ്, അവൾ ശാസ്ത്രം പഠിച്ചവളായിരിക്കാം, അവൾ ഒരുപാട് കഴിവുകൾ ഉള്ളവരായിരിക്കും. പക്ഷെ ആ കഴിവുകൾ ഒന്നും പ്രകടിപ്പിക്കാൻ സമയം കിട്ടാതെ അവളുടെ സമയം മുഴുവനും എടുത്ത് ചെലവഴിക്കുന്നത് കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ അതായത് കുഞ്ഞുങ്ങളെ നോക്കുക മുതൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇൻലോസിനെ നോക്കേണ്ടി വരിക, ചിലപ്പോൾ സ്വന്തം പേരൻസിനെ നോക്കേണ്ടി വരിക. അങ്ങനെയൊക്കെയുള്ള നിരവധി ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൾ എന്താണ് ഡിനൈ ചെയ്യുന്നത്? അവൾക്ക് കിട്ടേണ്ട ജസ്റ്റിസ്, അവൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ മഹാകാര്യങ്ങൾ, അല്ലെങ്കിൽ എത്രയെത്ര വനിതകൾ നോബൽ ലൊറേറ്റ്സ് ആയി വരുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അവിടെ ഈ വിവേചനം കൊണ്ടാണ് സ്ത്രീയുടെ കപ്പാസിറ്റി, അവൾ എത്ര മിടുക്കിയാണ് എന്നുള്ളത് പുറത്തു വരാതിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയം. അതേസമയത്ത് ലിറ്ററേച്ചറിന്റെ നോബൽ പ്രൈസ് നോക്കിക്കോളൂ. ലിറ്ററേച്ചർ നോബൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഗവേഷണം നടത്തിയല്ല PhD അതിനകത്ത് നോബൽ പ്രൈസ് കിട്ടുക. ഏറ്റവും നല്ല ഗ്രന്ഥം, അതായത് ഇമാജിനേഷൻ കൊണ്ടാണല്ലോ ഗ്രന്ഥങ്ങൾ രചിക്കുക. അപ്പൊ ആ ഇമാജിനേഷൻ കൊണ്ട് നോബൽ പ്രൈസ് കിട്ടുന്ന കണക്കെടുത്താൽ നമുക്കറിയാം ഒരുപാട് വനിതകൾക്ക് നോബൽ പ്രൈസ് ലിറ്ററേച്ചറിൽ കിട്ടുന്നുണ്ട്. അതേസമയത്ത് ശാസ്ത്ര മേഖലകളിൽ കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവളുടെ കഴിവ് എത്ര ഉയർന്ന കഴിവാണെങ്കിലും ആ കഴിവ് അവളുടെ ആ മേഖലയിൽ, അതായത് അവൾക്ക് ആ കഴിവുള്ള ശാസ്ത്ര മേഖലയിൽ ചെലവഴിക്കാൻ സാധിക്കാറില്ല. അത് കുടുംബത്തിലേക്ക് ചെലവഴിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ വിവാഹം കഴിക്കണോ വിവാഹം കഴിക്കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നപ്പോഴും ഒരു ഡിവിഷൻ ഓഫ് ലേബർ കുടുംബത്തിലാണ് അത്യാവശ്യമാണ്. ആ ഡിവിഷൻ ഓഫ് ലേബർ ഇല്ല എന്നുള്ളതാണ് ഈ സ്ത്രീ പുരുഷ വിവേചനത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായി എനിക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെയുള്ള ഒരുപാട് നിരീക്ഷകര് അത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവിഷൻ ഓഫ് ലേബർ കുടുംബത്തിനകത്ത് തന്നെ വേണം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് കോട്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ മുൻപിൽ കാണിക്കാൻ പറ്റുന്നത് ഗാരി എസ് ബെക്കർ എന്ന പ്രൊഫസറെയാണ്. അദ്ദേഹം ലേറ്റ് പ്രൊഫസറാണ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അദ്ദേഹം 1991 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് വാങ്ങിയ ആളാണ്. എന്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തത്? അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തത് എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, കുടുംബത്തെ പറ്റിയുള്ള ഒരു പഠനം എന്ന ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തത്. 1981 അദ്ദേഹം ഈ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി എന്ന ഗ്രന്ഥം രചിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ആ സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥം രചിക്കുന്നത് 1981.
അപ്പൊ ആ സമയത്തെ അമേരിക്കയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാല് ഡൈവോഴ്സസ് സ്കൈ റോക്കറ്റ് ചെയ്തിരിക്കുന്ന അവസരം. അതായത് കുടുംബ ബന്ധങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ പിണങ്ങി പിരിയും വധൂവരന്മാര്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം, അങ്ങനെ ഒരു ഖവോസ്, അതായത് സാമൂഹ്യ ജീവിതത്തിൽ വലിയ എന്താ പറയുക, ഒരു അൺസർട്ടനിറ്റി രൂപപ്പെട്ട ഒരു കാലത്താണ് ഈ ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത്. ഇതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാരേജ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ലോങ് ടേം കോൺട്രാക്റ്റിൽ സ്ത്രീയും പുരുഷനും എത്തിച്ചേരുന്നതിന്റെ പ്രധാന കാരണം, അപ്പോൾ അദ്ദേഹത്തിന് കുടുംബം ഒരു എന്റർപ്രൈസ് പോലെയാണ്, ഒരു സംരംഭം പോലെയാണ്. ഒരു സംരംഭം ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരാരുമായിട്ട് ചേർന്ന് തുടങ്ങുമ്പോൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ഏറ്റവും ഉത്തമമായ ഒരു ഉൽപ്പന്നമോ ഒന്നിലധികം ഉൽപ്പന്നങ്ങളോ ഉൽപ്പാദിപ്പിച്ച് വിപണിക്ക് നൽകുക. വിപണി സന്തോഷത്തോടെ അത് വാങ്ങണം. ഇവർ ആവശ്യപ്പെടുന്ന വിലയ്ക്ക് അത് വാങ്ങത്തക്ക ക്വാളിറ്റിയിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുക. അതാണ് ഒരു സംരംഭത്തിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ കുടുംബം എന്ന സംരംഭം, ബക്കറിന്റെ ഭാഷയിൽ കുടുംബം ഒരു ലോങ് ടേം സംരംഭത്തിന്റെ ആരംഭമാണ്. അങ്ങനെ തുടങ്ങുന്ന കുടുംബത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ ലക്ഷ്യം കുഞ്ഞുങ്ങളെ, അതായത് കുഞ്ഞുങ്ങളാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ. ഈ സംരംഭത്തിലെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം? ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തണം. ആ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തേണ്ടത് കൊണ്ടാണ് ഈ സംരംഭം, ഈ വിവാഹം എന്ന സംരംഭം ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആയിരിക്കേണ്ടത്. അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് പിണങ്ങി പിരിയാം, പക്ഷെ അങ്ങനെ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ഈ കോൺട്രാക്ട് ലോങ് ടേം കോൺട്രാക്ട് ആയിരിക്കണം. അപ്പൊ ബക്കർ എന്താണ് അവിടെ പറയുന്നത്? അതായത് സ്ത്രീ പുരുഷ ബന്ധത്തോടു കൂടി അണ്ഡവും സ്പേമും ചേർന്നിട്ട് അവിടെ ഒരു ഭ്രൂണം രൂപപ്പെടുന്നു. ആ ഭ്രൂണം രൂപപ്പെടുന്ന നാള് മുതൽ ആ ഭ്രൂണം ഒരു പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നത് വരെ പിന്നെയുള്ള ഉത്തരവാദിത്വമൊക്കെ അമ്മയ്ക്കാണ്. അതായത് ആ ഭ്രൂണത്തെ ഉദരത്തിൽ പേറുന്നു എന്ന് മാത്രമല്ല, ആ സ്ത്രീയിൽ ഒരുപാട് മാറ്റങ്ങൾ, മാനസികമായും ശാരീരികമായും ഉള്ള മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റങ്ങളൊക്കെ അവൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ആ ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവൾ അതെല്ലാം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുന്നു. അപ്പൊ ഓർക്കണം, ഈ ബീജാവാദാനം ചെയ്ത പുരുഷൻ, ഭർത്താവ്, ആ ഭർത്താവിനുമുണ്ട് ഒരുപാട് ഡ്യൂട്ടികൾ. ഒരു പക്ഷെ അവൾക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ ഉള്ളത് കൊണ്ട് നല്ല ജോലിയുണ്ട്, പക്ഷെ ആ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിരുന്നു എന്ന് വരാം. എന്തു തന്നെയാണെങ്കിലും അവളുടെ ആ ഭ്രൂണത്തിന്റെയും ആ അമ്മയുടെയും ആരോഗ്യ പരിപാലനവും മാനസികമായും മറ്റും കൊടുക്കേണ്ട സന്തോഷം, അതായത് മാനസിക ഉല്ലാസം, അതായത് എല്ലാവരും ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹം, പ്രത്യേകിച്ച് ഭർത്താവ്, കുഞ്ഞിന്റെ അച്ഛൻ അമ്മയെ ചേർത്ത് പിടിക്കുന്നു എന്ന് വെച്ചാൽ കുഞ്ഞിനെ തന്നെയാണ് ചേർത്ത് പിടിക്കുന്നത്. അപ്പൊ ബക്കറിന്റെ ആ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുക, ഈ സെക്സ് എന്ന് പറയുന്നത്, അതായത് സ്ത്രീ പുരുഷ സംഗമം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ സംഗമമായി തീരുന്നത് വിവാഹത്തിന് ശേഷം നടത്തുമ്പോഴാണ്. അത് വിശുദ്ധ സംഗമമായി തീരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വളരെ വിശുദ്ധമായ ഒരു ലക്ഷ്യമുണ്ട്, ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താണ്? ഒരു മനുഷ്യ ജീവന് സൃഷ്ടിക്കുക. ആ മനുഷ്യ ജീവന് അതിന്റെ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. അവിടെയാണ് ആ സെക്സ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, വിശുദ്ധമായി തീരുന്നത്. അങ്ങനെ ആ സെക്സ് വിശുദ്ധമായി തന്നെ സെക്സുമായി മുൻപോട്ട് പോകുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ തന്നെ, അതായത് അപ്പം ബക്കർ പിന്നെ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. ബക്കർ പറയുന്നത് ആ മാരിറ്റൽ ലൈഫിൽ, അതായത് ഈ കുട്ടി ജനിക്കുന്നു, അത് കഴിഞ്ഞ് അമ്മ പിന്നെ വിപണിയിൽ, അതായത് ജോലിക്ക് പോകാൻ തുടങ്ങും, അച്ഛനും ജോലിക്ക് പോകുന്നു. അങ്ങനെ അവരുടെ ആ പണം എങ്ങനെ വിനിയോഗിക്കണം, അത് ആ കുട്ടിയുടെ ഓപ്റ്റിമം ഡെവലപ്മെന്റിന് വേണ്ടി ആണ് കുട്ടിയെ പ്രസവിച്ചതെന്ന്. ഇനിയും കുട്ടികൾ ഉണ്ടാകാതിരിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല വിദ്യാഭ്യാസം, അതായത് ആദ്യം കൊടുക്കേണ്ടത്
ആദ്യം ഭ്രൂണത്തിൽ മുതലേ ഏറ്റവും ശ്രേഷ്ഠമായ പോഷകാഹാരം. അത് കഴിഞ്ഞാലോ പോഷകാഹാരത്തോടൊപ്പം ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കെയറും കൊടുക്കുക, ആ കുട്ടിയെ ലക്ഷ്യബോധം സൃഷ്ടിക്കുക, വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ലക്ഷ്യബോധം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നോളജിലേക്ക് നമുക്കറിയാം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നെഴുതിയ കവി കുമാരനാശാൻ നമ്മുടെ മുൻപിലുണ്ട്. നിങ്ങൾ ഇതാണ് ഭഗവത്ഗീത എടുത്ത് വായിച്ചു നോക്കുക. അതിനകത്ത് ആ വിദ്യാധനത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അതുപോലെ ബൈബിൾ നോക്കുക, അവിടെ ജ്ഞാനം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെയുണ്ട് ബൈബിളിൽ. അത് മുഴുവനും പറയുന്നത് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ധനം ഒന്നേ ഉള്ളൂ, അതാണ് ജ്ഞാനം എന്നാണ് പറയുന്നത്, വിദ്യ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ കാലങ്ങളും എല്ലാ കാലഘട്ടങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായി ഘോഷിക്കുന്ന ഒന്നാണ് ജ്ഞാനം. അപ്പൊ അതിലേക്ക് ഉള്ള ഒരു എന്താ പറയുക, ഒരു കാലുവയ്പ് ഈ കുഞ്ഞുകാലത്ത് തന്നെ കുട്ടിക്കാലത്ത് തന്നെ കൊടുക്കുക. അങ്ങനെയാണ് അവനെ ലക്ഷ്യബോധത്തിലേക്ക് കൈ പിടിച്ച് നടത്തേണ്ടത്. അതല്ലാതെ സ്മാർട്ട് ഫോണും കൊടുത്ത് കുഞ്ഞിന്റെ സമയം സ്മാർട്ട് ഫോണിൽ കളഞ്ഞോട്ടെ എന്ന് പേരൻസ് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? പേരൻസിന് മറ്റു ജോലികൾ കാണും. ചിലപ്പോൾ അവര് സ്മാർട്ട് ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, അതുമല്ലെങ്കിൽ മറ്റു ജോലികൾ കാണും. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർക്കുക, അമേരിക്കയിലൊക്കെ 10ാം ക്ലാസ് കഴിയുന്നത് വരെ മൊബൈൽ ഫോൺ കൈ വെച്ചോണ്ട് ക്ലാസ്സിൽ ഇരിക്കാനോ ക്ലാസ്സിൽ പോകാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ 16 വയസ്സ് വരെ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയയിൽ ഒരു നിയമം വന്ന് അതിനെതിരെ ബഹളം നടക്കുകയാണ്. നമുക്കറിയാം നേപ്പാളില് ജൻസി ബഹളമൊക്കെ ഉണ്ടായതും ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിനെതിരെ വന്ന നിയമങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ നിയമങ്ങൾ സർക്കാരിനെ എതിർക്കുമ്പോൾ നിയമം കൊണ്ടുവരികയല്ല വേണ്ടത്. കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഏറ്റവും ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് ഒരു കുട്ടി വളർന്നെത്തുന്നതിന് വേണ്ടി ചെറുപ്പത്തിലെ തന്നെ നമ്മൾ ഹരിശ്രീ കുറിക്കുന്നത് പോലെ തന്നെ അതായത് അത് തന്നെ കുഞ്ഞിലെ ഈ ഹരിശ്രീ കുറിക്കുന്നതിന്റെ തന്നെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഈ വിജ്ഞാനത്തിന്റെ പാതയിലൂടെ വളർന്ന് വിജ്ഞാനം അഥവാ വിദ്യ എന്ന ധനം ആർക്കും മോഷ്ടിക്കാൻ പറ്റാത്ത ആ ധനത്തിലൂടെ വളരണം, അതിനാണ്. അപ്പൊ ഒരു ദിശ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് കുഞ്ഞിനെ. ഏത് ദിശയിൽ പോയാലാണ് നിന്റെ പേഴ്സണാലിറ്റി ഓപ്റ്റിമം ആവുക, നിന്റെ ദിശ ശരിയായ ദിശയാവുക. അങ്ങനെ ദിശ കാണിച്ചു കൊടുത്ത് കുട്ടികളെ വിടണം. അങ്ങനെ വിടണം എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? മാതാവിനും പിതാവിനും അവിടെ റോളുണ്ട്. അങ്ങനെ മാതാവിനും പിതാവിനും റോളുണ്ട്. ആ റോള് കൃത്യമായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ചില സമയങ്ങളിലൊക്കെ സ്ത്രീകള് അപ്പൊ ഈ ബക്കർ അങ്ങനെ റോൾ വഹിക്കുമ്പോൾ മാത്രമല്ല, ബക്കർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീയിലെ ഗർഭപാത്രം നിക്ഷേപിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ നമ്മുടെ മനുസ്മൃതിയിലും പറയുന്നുണ്ട് സ്ത്രീ എങ്ങനെയുള്ളവളാണ്, എന്താ പറയുക, അങ്ങേയറ്റം ക്ഷമയുള്ളവൾ, അതായത് സർവം സഹയായ ഭൂമിയെ പോലെ ക്ഷമിക്കുന്നവൾ, എൻഡ്യൂറൻസ് ഉള്ളവൾ എന്നാണ് ബക്കർ പറയുന്നത്. എൻഡ്യൂറൻസ്, സ്ത്രീയുടെ എൻഡ്യൂറൻസ്. അപ്പൊ അത്രയധികം ക്ഷമാശീലം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിനെ, അതായത് അവനവന്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും പ്രസവത്തോടെ, അപ്പൊ ഗർഭിണിയാകുന്നതോടെ. അതെല്ലാം വഹിച്ചാണ് ആ അമ്മ കുഞ്ഞിനെ താങ്ങുന്നത്. അപ്പൊ അങ്ങനെ താങ്ങാനുള്ള ക്ഷമ സ്ത്രീക്കുണ്ട്, പുരുഷന് അത്ര കണ്ടില്ല എന്ന് തന്നെയാണ് ബക്കറിന്റെ ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് തോന്നുക. അങ്ങനെ ക്ഷമ, അപ്പൊ ആ ക്ഷമയിൽ നിന്ന് മുതലെടുക്കാമോ? അത് മുതലെടുക്കുകയല്ല വേണ്ടത്. അപ്പൊ എന്താണ് വേണ്ടത്? ഒരു ഡിവിഷൻ ഓഫ് ലേബർ വേണം. അങ്ങനെ ബക്കർ പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഒരു കുടുംബത്തിനകത്ത് വേണം. അതില്ലാതെ വരുമ്പോഴാണ് സ്ത്രീകള് പലപ്പോഴും വിവാഹത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ താല്പര്യം കാണിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ആ ഡിവിഷൻ ഓഫ് ലേബർ? എങ്ങനെ വേണമായിരിക്കും? ഒരു കുടുംബമായാൽ തീർച്ചയായിട്ടും, അതായത് പാചകം, കുഞ്ഞിനെ പാലുകൂട്ടിലെ പരിപാലനം, അത് അച്ഛന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛന് ഗർഭപാത്രമില്ല, അച്ഛന് പാല് കൊടുക്കാനുള്ള സംവിധാനമില്ല. അപ്പൊ അതൊക്കെ അമ്മ തന്നെ ചെയ്യണം. അത് പ്രകൃതി തന്നെ അമ്മയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഗുണങ്ങളാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞിന്റെ പരിപാലനം, കുഞ്ഞിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ നോക്കുമ്പോൾ തന്നെ പാചകവും അതുപോലെ അനുബന്ധ കാര്യങ്ങളും കുഞ്ഞിനെ നോക്കാൻ വീട്ടിലിരുന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പാചകം പോലെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ പുരുഷന്മാരൊന്നും ചെയ്യാതെ അല്ല, വീടിന് വെളിയിൽ ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഒരു കുടുംബത്തെ സംബന്ധിച്ച്. ആ കാര്യങ്ങളൊക്കെ പുറത്ത് ജോലിക്ക് പോകുന്ന പുരുഷൻ തന്നെ, സ്ത്രീയും പുറത്ത് ജോലിക്ക് പോകുന്നുണ്ടാകാം, പക്ഷെ അപ്പോഴും അവൾക്ക്
അവളെ അത്തരം കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാതെ ഇപ്പൊ ഒരുപാട് ഡിജിറ്റലായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് നികുതി അടക്കണമെങ്കിൽ ഡിജിറ്റലായിട്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ബാങ്കിൽ പണം നിക്ഷേപിക്കണ, ബാങ്കിൽ പണം എടുക്കണമെങ്കിലൊക്കെ ഡിജിറ്റലായിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ പരിപാലനം ചെയ്യുന്നത് പോലെ തന്നെ ഇത്തിരി കുഞ്ഞായിട്ട് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോകാനുള്ള പരുവാകുമ്പോഴത്തേക്കും ആ ഡിവിഷൻ ഓഫ് ലേബറിൽ അച്ഛന്റെ റോൾ വർദ്ധിക്കുന്നു. അവന് പറഞ്ഞു കൊടുക്കേണ്ട പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവന്റെ അവനെ കുളിപ്പിക്കുക തൊട്ടുള്ള മറ്റു കാര്യങ്ങൾ, അവന്റെ ദിനചര്യയിൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുകയും അവനെ കൂടെ നിർത്തി അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ ഡിവിഷൻ ഓഫ് ലേബറിൽ വരാവുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹോം ഡെലിവറി കിട്ടും വെജിറ്റബിൾസോ മറ്റെന്ത് സാധനവും. പക്ഷെ എപ്പോഴും ഇപ്പൊ അമേരിക്കൻ സിസ്റ്റത്തിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഓർക്കുക, റെഡി ടു കുക്ക് ആൻഡ് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ആഹാരം കൊടുക്കാനല്ല പീഡിയാട്രീഷ്യൻസും അതുപോലെ തന്നെ ഡയറ്റീഷ്യൻസും പറയുന്നത്. നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്ത് തന്നെ നിങ്ങളുടെ, അതായത് അപ്പോ ഈ എണ്ണയും മറ്റതുപോലെയുള്ള അനാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അധികം കയറി ചെല്ലില്ല. ടൂ മച്ച് കുക്ക് ചെയ്ത ഫുഡ് ആവില്ല. അങ്ങനെ നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് സഹായകമായ രീതിയിലുള്ള ഭക്ഷണം വീട്ടിൽ തന്നെ പാചകം ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ വെജിറ്റബിൾസും ഒക്കെ നമ്മൾ പുറത്തുപോയി മേടിക്കേണ്ടി വരും. അങ്ങനെ മേടിക്കേണ്ട സാധനങ്ങൾ വീട്ടിൽ ഒരു പക്ഷെ ഓർഡർ ചെയ്താൽ കിട്ടുമായിരിക്കും. പക്ഷെ അത് അങ്ങനെയുള്ളതിനൊക്കെ, അതായത് ഈ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഹസ്ബൻഡിന് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ, പുരുഷന് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ സ്ത്രീയുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിൽ നിന്ന് പുറത്തുപോയി വാങ്ങുന്ന കേരളത്തിലൊക്കെയുള്ള സ്ത്രീകൾ ഒരുപാട് പേര്. അപ്പൊ അങ്ങനെയല്ല, നല്ല ഭർത്താക്കന്മാരാണെങ്കിൽ അത്തരം എല്ലാ കാര്യങ്ങളും ഭർത്താവ് തന്നെ ചെയ്യും. അവിടെ അറിയാതെ തന്നെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ വികസിച്ചു വരും. അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉള്ള സ്ത്രീകൾക്ക് മാത്രമേ ഇപ്പൊ എന്നെ പോലെ ഈ ധൈര്യമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് എക്സ്ട്രാ റീഡിംഗ് ഒക്കെ നടത്തി കാര്യങ്ങൾ സംഭരിക്കാനൊക്കെ അത്തരം സ്ത്രീകൾക്ക് പറ്റും. അപ്പൊ അത്തരം സ്ത്രീകൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട സംഭാവന സമൂഹത്തിന് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് അവരുടെ കുടുംബത്തില്. വളരെ വളരെ ആരോഗ്യകരമായ ഒരു ഡിവിഷൻ ഓഫ് ലേബർ. എല്ലാ കാര്യങ്ങളും ഭാര്യ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭർത്താവ്, അങ്ങനെയല്ല. അവിടെ ഒരു ഡീസന്റ് ഡിവിഷൻ ഓഫ് ലേബർ അതെല്ലാ കുടുംബത്തിലും വേണം. അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ വിവാഹ ജീവിതം ഒരു ദുരിതമല്ല എന്നുള്ള ഒരു ചിന്ത സ്ത്രീകളിൽ വരും. അപ്പൊ അമ്മ അനുഭവിക്കുന്നത് കണ്ടാണല്ലോ മക്കള് പഠിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഈ വിവാഹ ജീവിതം ഒരു ദുരിതമല്ല എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്കും അത് തോന്നുകയില്ല. അങ്ങനെ തോന്നാനുള്ള ഒരു സാഹചര്യം ഒരു കാരണവശാലും സൃഷ്ടിക്കരുത്. പിന്നെ അതുപോലെ അപ്പൊ അങ്ങനെ ഇതൊക്കെ തന്നെ ബക്കറിന്റെ ഗ്രന്ഥത്തില് വളരെ നല്ല രൂപത്തിൽ തന്നെ ഈ ലോങ് ടേം കോൺട്രാക്ട് ഒരു സക്സസ്ഫുൾ കോൺട്രാക്ട് ആക്കി എങ്ങനെ അത് അതിന്റെ കൾമിനേഷനിൽ അവസാനത്തിൽ എത്തിച്ചേരാമെന്ന് ആ ഗ്രന്ഥം അത് വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് വായിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലതാണ് വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോൾ, ഏത് മതക്കാരാണെങ്കിലും അപ്പൊ ഈ കുടുംബജീവിതം വേണ്ട. അപ്പൊ ഇപ്പൊ ഒരു പ്രത്യേക ട്രെൻഡാണ്. ബക്കർ എഴുതുമ്പോൾ ഡൈവോഴ്സസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് ബക്കർ ഈ ആയുധവുമായിട്ട് ട്രീറ്റീസ് ഓൺ ദ ഫാമിലി എന്ന ലോങ് ടേം കോൺട്രാക്ട്, കുട്ടികളുടെ ഓപ്റ്റിമം ഡെവലപ്മെന്റ്, കുട്ടികൾ ഓപ്റ്റിമം ഡെവലപ്മെന്റിലേക്ക് പോകുന്ന നല്ലൊരു കുടുംബം ഉണ്ടാവുക എന്ന് പറഞ്ഞാല് സമൂഹത്തിൽ നല്ലൊരു അടിസ്ഥാനം. കുടുംബങ്ങൾ നല്ലതെങ്കിൽ സമൂഹം നല്ലതെങ്കിൽ ആ രാജ്യം നല്ലതെങ്കിൽ എല്ലാ രാജ്യങ്ങളും അങ്ങനെ ആകുമ്പോൾ ലോകം തന്നെ മെച്ചപ്പെടും. നമുക്ക് വെസ്റ്റ് ഏഷ്യയിലെ ക്രൈസിസ് കാണാനോ ഒന്നും ഇടവരില്ല. അവിടെയൊക്കെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. അപ്പൊ അതേ സമയത്ത് ഇങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബറോ ഒരു കുടുംബമോ ഇല്ലാതെ വന്നാലാണ് അന്നുണ്ടായിരുന്നു. അപ്പൊ ബക്കറിന്റെ ഈ റൈറ്റിങ്സിന് ഒരുപാട് പ്രസക്തിയും ഫലവും കിട്ടി. ഈ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ തെരഞ്ഞെടുത്ത് നോബൽ പ്രൈസ് കൊടുത്തത്. എന്ന് വെച്ചാൽ നോബൽ പ്രൈസിന്റെ ആ കമ്മിറ്റിയിലുള്ളവർക്കും അതിനെപ്പറ്റി അഭിപ്രായം രേഖപ്പെടുത്തിയവർക്കും ഒക്കെ അറിയാമായിരുന്നു ഇങ്ങനെയുള്ള ഒരു കുടുംബാന്തരീക്ഷമാണ് ലോകത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അനിവാര്യമെന്ന്. അതുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിന് നോബൽ പ്രൈസ് കൊടുത്തത്. ബക്കറിനെ പറ്റി പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ ഇവിടെ ഓർക്കണേ, മനുഷ്യൻ ജനിച്ചതും ജീവിക്കുന്നതും സെക്സിന് വേണ്ടിയാണ് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. ഒരു കവി, ഒരു ഇംഗ്ലീഷ് കവി എഴുതിയിട്ടുണ്ട്, വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന്. അത് സെക്സിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ സെക്സിലും അത് ആപ്ലിക്കബിൾ ആണ്. ഈ ലിവിങ് ടുഗദറുകാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവർ ആ വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫിലാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സെക്സിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് അതിനൊരു ഉത്തമ ലക്ഷ്യമുള്ളപ്പോഴാണ്. അതാണ് ഞാൻ നേരത്തെ സൂക്ഷിച്ചത്.
സെക്സിന്റെ പരിശുദ്ധമായ സെക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ പിറവിയെ ലാക്കാക്കിയുള്ള സെക്സ് ആണ്. അങ്ങനെ പിറവിയെ ലാക്കാക്കിയുള്ള സെക്സ് ആണ് ബെക്കർ സൂചിപ്പിക്കുന്ന സെക്സ്. അത്തരം ഒരു സെക്സ് അല്ല ഈ ലിവിങ് ടുഗദറുകാര് ഉദ്ദേശിക്കുന്നത്. ലിവിങ് ടുഗദറുകാർ ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള സെക്സ് ആണ്? ഉത്തരവാദിത്ത ബോധമില്ലാത്ത അഴിഞ്ഞാട്ടത്തിന്റെ സെസ്. അങ്ങനെ ഈ അഴിഞ്ഞാട്ടത്തിന്റെ സെസ്സിന് പോകുന്നവരാണ് ലിവിങ് ടുഗദർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവര്. അതായത് അവർക്കൊരു കുഞ്ഞ് വേണ്ട, ഇനി കുഞ്ഞ് വേണ്ട എന്ന് വെച്ചു, പക്ഷെ യാദൃച്ഛികമായിട്ട് ഒരു കുഞ്ഞ് പിറന്നു എന്ന് വെക്കട്ടെ, ഓക്കെ, അത് ആംനിയോസിന്തസിസ് ടെസ്റ്റ് നടത്തി ഭ്രൂണം അത് ടെസ്റ്റ് നടത്തേണ്ട, ഒരു ഭ്രൂണം പിറന്നു എന്നറിയുമ്പോൾ സ്ത്രീക്കറിയാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അത് പിന്നെ അബോർട്ട് ചെയ്ത് കളയാനുള്ള MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അങ്ങനെ MTP ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തായാലും അവിടെ സെക്സ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ പരിശുദ്ധമായ സെക്സ് അല്ല, വികലമായ സെക്സ് ആണ്. അപ്പൊ അതുപോലെ വികലമായ സെക്സുമായി മുൻപോട്ട് പോകുന്നവര് യാദൃച്ഛികമായിട്ടൊരു കുഞ്ഞുണ്ടായി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞ് ജീവിതം തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ലിവിങ് ടുഗദറിലാണല്ലോ തുടങ്ങിയത്, അവർക്ക് കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഒരു കുഞ്ഞായി, രണ്ട് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴാണ് സ്വരച്ചേർച്ചയില്ലായ്മ വരിക. സ്വരച്ചേർച്ചയില്ലായ്മ വരുമ്പോൾ വിട്ടുപോകുന്നു എന്നിരിക്കട്ടെ, ഹൂ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദിസ് ചിൽഡ്രൻ? അമ്മ മാത്രം. അപ്പൊ സിംഗിൾ മദർ ഓർ സിംഗിൾ പേരന്റ് ചൈൽഡ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് എല്ലാ സമൂഹങ്ങളും ഇപ്പോൾ സിംഗിൾ പേരന്റ് ചിൽഡ്രന് ഒരുപാട് ആനുകൂല്യങ്ങൾ അത്തരം അമ്മമാർക്കും അല്ലെങ്കിൽ അത്തരം അച്ഛന്മാർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ കൊടുത്താലും അച്ഛനും അമ്മയും ചേർന്ന് കുട്ടികളെ വളർത്തുന്ന ആ ഓപ്റ്റിമത്തിലേക്ക് ഒരമ്മ മാത്രം വളർത്തിയാല്, ഒരച്ഛൻ മാത്രം വളർത്തിയാല് കുട്ടികൾക്ക് വളർന്നെത്താൻ പറ്റുകയില്ല. അപ്പൊ ഈ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ പലപ്പോഴും ലിവിങ് ടുഗദറുകാർക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മടുത്തു കഴിയുമ്പോൾ ആ കുട്ടികളുടെ അച്ഛൻ അച്ഛന്റെ വഴിക്ക്, അമ്മ അമ്മയുടെ വഴിക്ക്. കുട്ടികളുടെ വഴി ഏതാണപ്പോൾ? കുട്ടികൾ വഴിയില്ലാത്തവരായി, അനാഥ ബാല്യങ്ങളായി, അനാഥ യൗവനങ്ങളായി മുൻപോട്ട് പോകുന്നു. അത്തരൊരു സമൂഹത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആര് പറഞ്ഞാലും അവരെ നാം തീർച്ചയായും അംഗീകരിക്കരുത് എന്നാണ് ഒരമ്മയും ഒരു വല്യമ്മയുമായ എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം? അത് എൻ്റെ അഭിപ്രായമല്ല. ഞാൻ വായിച്ചിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഭഗവത്ഗീതയിൽ നിന്ന്, ബൈബിളിൽ നിന്ന്, അങ്ങനെ അതായത് അതുപോലെ തന്നെ ഖുറാനിൽ നിന്ന് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, കുഞ്ഞുങ്ങൾ ഈശ്വരന്റെ എന്താ പറയുക പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങളെ വലിച്ചു ചീന്തി കളയാനുള്ളതല്ല, ആ പൂമൊട്ടുകളെ വിരിഞ്ഞ് അതിന്റെ ഓപ്റ്റിമം വ്യക്തിത്വത്തിലേക്ക് വിരിഞ്ഞ് വികസിക്കേണ്ടവരാണ്. അവരാണ് അടുത്ത ലോകം എന്ന് പറയുന്നത്, അടുത്ത തലമുറ എന്ന് പറയുന്നത്. അപ്പം അവരെ ആ ഓപ്റ്റിമത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവരുടെ അച്ഛനും അമ്മയും പ്രകൃതിദത്തമായിട്ട് മരിച്ചു പോകുന്നു അവരിൽ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ ദൈവം തന്നെ കണ്ടുകൊള്ളുവാനുള്ള മാർഗം. പക്ഷെ അല്ലാത്ത പക്ഷം അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ടാകണം. അതുകൊണ്ട് ലിവിങ് ടുഗദർ ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ നിരാകരിക്കണം. അത് നല്ലതല്ല എന്ന് തന്നെ നമ്മൾ പറയണം. അതായത് നമ്മളത് തീർച്ചയായിട്ടും വലിയ ശക്തമായ രീതിയിൽ തന്നെ അതിനെതിരായിട്ട് വിരൽ ചൂണ്ടണം. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സർക്കാരുകളുടെ ആ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു പോകുന്നത്. രാത്രി ലൈഫ്, നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് എന്താ ഉള്ളത്? നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് മാനവീയം വീഥി. ആ മാനവീയം വീഥിയിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. രാത്രി 12 മണിക്ക് അവിടെ പോലീസ് കാവലൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ നടക്കാവുന്ന അവിഹിതങ്ങളോ ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ മൂത്ത മകനുമൊത്ത് മാനവീയം വീഥിയിൽ ഒരു ദിവസം, മകനും മകന്റെ കുടുംബവും ഉണ്ടായിരുന്നു. പിന്നെ 12 മണിയായപ്പോൾ ജസ്റ്റ് ഒരു വിസിറ്റ് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞ് പൊതുജനത്തോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ചെന്നത്. അപ്പൊ പോലീസും ഒക്കെ ഉണ്ട്. അവിടെ ഒഴിഞ്ഞു, 12 മണി വരെ പാടുള്ളൂ, ഒഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ പോലും സ്ത്രീയും പുരുഷനും കൂടി പിന്നെ വളരെ ചേർന്ന് ഇരിക്കുന്നു. അപ്പൊ പല സ്ത്രീകളും പല പുരുഷന്മാരും അങ്ങനെ ചേർന്നിരിക്കുന്നത് കണ്ടു. അല്ലാതെ വേറെ അവിഹിതങ്ങളൊന്നും കണ്ടില്ല. പക്ഷെ ഈ ചേർന്നിരിപ്പ് തന്നെ ഈ പറയപ്പെട്ടതുപോലെ കുറച്ച് നാൾ അവർ ചേർന്നിരിക്കും. അവരിവിടെ ജോലി ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ ബാംഗ്ലൂരുകാരായിരിക്കും, ചിലപ്പോൾ മറ്റ് മഹാരാഷ്ട്രക്കാരായിരിക്കും, ചിലപ്പോൾ ഡൽഹിക്കാരായിരിക്കും. അവര് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും ഒക്കെ ജോലിക്ക് വന്നു. അപ്പൊ എനിക്ക് ഒറ്റ സംശയമുള്ളൂ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
നൈറ്റ് ലൈഫിന് വേണ്ടി സർക്കാർ എന്തിനാ ഇങ്ങനെ ഒരു പ്രത്യേക മാനവീയ വീതി പോലെ ഒരു വീതി കണ്ടെത്തിയിരിക്കുന്നത്? അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. അവിടെ സംഗീതമുണ്ട്, അവിടെ എന്താ പറയുക, ഗെറ്റ് ടുഗെദർ മീൻസ് ഗ്രൂപ്പായിട്ട് കൂടുന്നു, പാട്ട് പാടുന്നു, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു വീതിയുള്ളത് നല്ലതാണ്. പക്ഷേ ഈ നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് ഒരു വീതി എന്ന പേര് തന്നെ കൊള്ളരുതാത്ത പേരാണെന്ന് ആണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ കാലഘട്ടങ്ങളിലും നൈറ്റ് ലൈഫ് മനുഷ്യന് വേണ്ടത് കുടുംബത്തിനകത്ത്, വീടിനകത്താണ്. അവിടെ ഉണ്ടല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ സുഹൃത്തുക്കൾ വീട്ടിൽ ചേർന്ന് സൗഹൃദം പങ്കുവെക്കാവുന്നതാണ്. അപ്പൊ നൈറ്റ് ലൈഫ് എന്തുകൊണ്ട് അവനവന്റെ വീട്ടിൽ നടത്തേണ്ട നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഓഫീസിൽ പോകും, ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് അല്ലേ? ടെക്നോ പാർക്കിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ നൈറ്റ് ലൈഫിൽ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ടതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അവർക്കാർക്കും അവരുടെ ഓഫീസ് ലൈഫിന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിരിക്കാൻ ഒക്കില്ല. അപ്പൊ നൈറ്റില് ജോലിയിൽ പോകേണ്ടവർക്ക് ജോലി സ്ഥലത്ത് ജോലി തന്നെ ചെയ്യണം. പിന്നെ വീട്ടിലിരിക്കേണ്ടവരുടെ കുടുംബമുണ്ട്, അവരാ കുടുംബത്ത് പോയിരിക്കട്ടെ. അപ്പൊ അവിവാഹിതർക്ക് അവിഹിതമായി അതാണ് അവിഹിതം മാത്രമല്ല, അവിടെ ഹിതവും നടക്കുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടി ഇങ്ങനെ ഒരു പ്രോത്സാഹനം ഗവൺമെന്റിന്റെ ചെലവിൽ അവിടെ ഡ്യൂട്ടിക്ക് പോലീസിനെ ഇട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ ലിവിങ് ടുഗദറിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പശ്ചാത്തലം ഒരുക്കലാണ് എന്ന ഒരു ചിന്ത എനിക്കുണ്ട്. ആ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത്തരം ചിന്തകൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾ തീർച്ചയായിട്ടും പരസ്യമായിട്ട് മാധ്യമങ്ങൾ വഴിയും ഒക്കെ പറയണം. അങ്ങനെ ഗവൺമെന്റ് അറിയണം, അങ്ങനെ പൊതുജനം അറിയണം. ആ വെറുതെ ആവശ്യമില്ലാതെ സ്വന്തം കുടുംബത്തിൽ സമയം ചെലവഴിക്കേണ്ടത്, ഇപ്പൊ പിന്നെ സ്വന്തം വീട് വിട്ട് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുന്നവരാണെങ്കിലും ഈ പാതിരാത്രി സമയത്ത് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് അതുകൊണ്ട് അവരുടെ ലൈഫില് ഡീവിയേഷൻ, തിന്മയിലേക്കുള്ള ഡീവിയേഷൻ അല്ലാതെ നന്മയിലേക്കുള്ള ഒരു കയറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കണ്ടാൽ നാം വിളിച്ചു പറയണം. വിളിച്ചു പറയുക മാത്രമല്ല, അതിനെതിരെ വിളിച്ചു പറയുന്നത് എതിർപ്പിന്റെ ശബ്ദത്തോടു കൂടിയായിരിക്കണം. അങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലിവിങ് ടുഗെദർ, അതായത് സമൂഹം ഇഷ്ടപ്പെടാത്തതാണ് ലിവിങ് ടുഗെദർ, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് ഇപ്പോഴല്ല, കതിരിന്മേലല്ല വളം വെക്കേണ്ടത്, അതാണ് ഭ്രൂണത്തിലേ തുടങ്ങണം. അവിടെയാണ് ബെക്കറിന് നോബൽ പ്രൈസ് കൊടുക്കേണ്ടത്. ഒരു അമ്മയുടെ ഭ്രൂണത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് എന്താണ് പറയുക, മാനസിക പരിഭ്രാന്തിയോ വിഷമമോ ഒന്നുമില്ലാതെ നോർമലായിട്ട് വളർന്നു വരാനാണ് അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കേണ്ട പരിലാളനവും പോഷകാഹാരവും സ്നേഹവും ഒക്കെ കൊടുത്ത് ആ കുഞ്ഞൊരു മനുഷ്യ കുഞ്ഞായിട്ട് ജനിക്കുന്നത്. എന്നിട്ടോ പിന്നെ വരാനിരിക്കുന്ന 60 മാസക്കാലം 5 വയസ്സ് വരെ ഇതുപോലെ പരിരക്ഷ. ഈ 5 വയസ്സിനിടയ്ക്കാണ് അക്ഷരങ്ങളോടുള്ള സ്നേഹം ആ കുഞ്ഞിൽ പ്രവഹിക്കേണ്ടത്. എല്ലാവരെയും സ്നേഹിക്കാനും ഒക്കെ ഉള്ളത് പഠിപ്പിക്കേണ്ടതൊക്കെ ആ പ്രായത്തിലാണ്. അപ്പൊ എല്ലാ നല്ല ഗുണങ്ങളും ആ കുഞ്ഞിലെ ഇൻജക്ട് ചെയ്യുന്നു ഈ 5 വയസ്സിനകം കൊണ്ട്. 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് അധ്യാപകരുടെ കാര്യമാണ്. അധ്യാപകരുടെ കയ്യിൽ കുട്ടിയെ കിട്ടുന്നു. അധ്യാപകർ നല്ല കാര്യങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ച് അവിടെ ആ ക്യാരക്ടർ ഫോർമേഷൻ, ആ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് എല്ലാ തുറകളിലുമുള്ള അധ്യാപകരാണ് കൈപിടിക്കുന്നത്. അപ്പൊ പേരൻസ് ഉണ്ട്, പക്ഷെ പേരൻസിന്റെ കൈ കിട്ടുന്ന സമയം കുറവാണ്, പകൽ സമയത്തൊക്കെ. അപ്പൊ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഈ പറയപ്പെട്ട കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നു, അധ്യാപകരിലൂടെ അത് പോകുന്നു, അങ്ങനെ വളർന്നാണ് ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് എത്തേണ്ടത്. ഈ പറയപ്പെട്ട തട്ടുകളിലൊന്നും ഈ അനാശാസ്യങ്ങളോ ജീവിതത്തിന്റെ, അതായത് ജീവിതം ഇങ്ങനെ എന്താ പറയുക, അനാശാസ്യമായി സന്തോഷിക്കാനുള്ളതല്ല. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന് ചേരുന്ന തരത്തില് അവന്റെ ആ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർന്ന് അവസാനം നാം എത്തിച്ചേരേണ്ടത് ആ സർവ സൃഷ്ടിസ്ഥിതി ലയകാരകനായ ദൈവത്തിലാണ്. ആ ദൈവത്തിൽ എത്തിച്ചേരത്തക്ക രീതിയിൽ നാം ജീവിക്കുകയാണ് വേണ്ടത്. അതിനുള്ള ഗുണപാഠങ്ങളാണ് ആദ്യം മുതലേ തുടങ്ങേണ്ടത്. അവിടെ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല. എല്ലാവരും ആത്യന്തികമായി എത്തിച്ചേരുന്നത് സൃഷ്ടിസ്ഥിതി ലയകാരകനായ ഏക ദൈവത്തിലാണ്. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ടതുപോലെ, അതായത് ലിവിങ് ടുഗെദറാ നല്ലത് എന്നൊന്നും പറഞ്ഞു പോവില്ല.
വിവാഹം വേണ്ടാത്തവർക്ക് വിവാഹം വേണ്ട, അവർക്ക് ബ്രഹ്മചാര്യം, അത് തീർച്ചയായിട്ടും സാധ്യമാണ്. അങ്ങനെ നമുക്കറിയാം മഹാമുനിമാർ ധാരാളം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തെല്ലായിടത്തുമുണ്ട് അങ്ങനെയുള്ളവര്, എല്ലാ മതങ്ങളിലുമുണ്ട്. അപ്പൊ അത് ഒരു പക്ഷെ വിവാഹിതരാകുന്നു എന്ന് വെച്ചാൽ അവർ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ, അതായത് ഒരു ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലുള്ള കുട്ടികളെ ദൈവം തരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ സൃഷ്ടിച്ച് വളർത്തി അങ്ങനെ ആക്കാനുള്ള താല്പര്യത്തോടു കൂടി തന്നെ